താങ്ക് യു. എല്ലാവരും കാണാൻ വേണ്ടി വന്നതാണ്. നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് കാണാൻ വേണ്ടി വന്നതാണ്. നിങ്ങളുടെയൊക്കെ മുഖത്തുനിന്ന് ഞങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നു. നിങ്ങൾക്കൊക്കെ ഈ പടം ഇഷ്ടപ്പെട്ടെന്ന് ഒരുപാട് സന്തോഷം. നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്ന് അറിയാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ പറയുക, ഇങ്ങനൊരു പടം വന്നിട്ടുണ്ട്, തീർച്ചയായും ഈ പടം പോയി കാണണം. കോഴിക്കോട് നമുക്ക് ഇത് കൂടാണ്ട് വേറെ തിയേറ്റേഴ്സിലൊക്കെ ഉണ്ട്, ബുക്ക്മൈഷോയിൽ കാണാൻ. അപ്പോൾ ടിക്കറ്റ് ഇവിടെ കിട്ടിയില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾ ഈ സിനിമ കാണണം. ഹോളിഡേയ്സ് അടക്കമാണ് സകുടുംബം ഒരു സിനിമ കാണണം. ഇവിടെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കണ്ടാരെങ്കിലും ഉണ്ടോ ഈ സിനിമ? അടിപൊളി. താങ്ക് യു. നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നുകൂടെ കാണാനുള്ളൊരു തോന്നൽ വരും. കാരണം കുറച്ച് കോമഡികളൊക്കെ നിങ്ങൾ എന്തായാലും മിസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ പറ്റിയാൽ സമയം കിട്ടുന്നതനുസരിച്ച് എപ്പോഴെങ്കിലും ഒക്കെ ഒരു പ്രാവശ്യം കൂടെ കാണാൻ ശ്രമിക്കൂ. താങ്ക് യു. നമ്മുടെ ഭയങ്കര ആൾക്കാർ ഞാൻ മനസ്സിലാക്കുക. ഒരാളെ ചിലപ്പോൾ മനസ്സിലാകാത്തത് ഇതായിരിക്കും. ഇദ്ദേഹത്തിന് ഭയങ്കര മേക്ക് ഓവർ ചെയ്താണ് നമ്മൾ പ്രസന്റ് ചെയ്തത്. മനസ്സിലായല്ലോ? അമ്മ മനസ്സിലായി. അപ്പൊ ഇനിയിപ്പം ഗോവിന്ദരാജന്റെ വൈഫിനെ കൈമാറുമാണ്. എല്ലാവർക്കും നമസ്കാരം. സാധാരണ എവിടെ ചെന്നാലും എന്നെ മനസ്സിലാക്കാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നൈറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കാം, അപ്പൊ ചിലപ്പോൾ തിരിച്ചറിഞ്ഞാലോ. പിന്നെ എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്. 14 ദിവസമായി അദ്ദേഹം വീട് വിട്ട് പോയിട്ട്. ഞാൻ ഇവരോടൊപ്പം എല്ലാ പുണ്യസ്ഥലങ്ങളിലും സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തിരിച്ചു വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ ദയവ് ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞു വിടരുത്. പറ്റുവാണെങ്കിൽ ഞാനൊരു പഴയ സുഭാഷം വിജയിപ്പിച്ചിരുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഒരു അളിയനും കൂടി ഉണ്ട്. അപ്പോൾ ശശി കൊടുത്ത കാശുമായിട്ട് പുള്ളി ജോലിക്ക് പോയിരിക്കുകയാണ്. ഇതിന്റെ 3-ാം ഭാഗം വേണ്ടേ? പ്രതീക്ഷിച്ചോളൂ. വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതില്. എല്ലായിടത്തും ചെന്ന് സംസാരിച്ചിട്ട് തൊണ്ടയൊക്കെ പോയിരിക്കുകയാണ്. തമാശ കേട്ടിട്ട് അടുത്ത തമാശ കേൾക്കാൻ, ചിരി കാരണം കേൾക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഇവിടെ. ഒരു തമാശ കേട്ട് അതിന്റെ ചിരി കാരണം അടുത്ത കോമഡി മിസ്സായത്. ഒന്നും കേൾക്കണില്ല. അപ്പൊ അങ്ങനെയുള്ളവർ ഒന്നുകൂടെ വന്ന് കാണുക സിനിമ. അപ്പൊ കറക്റ്റ് ആയിട്ട് കുറെ സാധനങ്ങൾ എന്തായാലും മിസ്സായിട്ടുണ്ടാവും. രണ്ടാമത് കാണാനുള്ളതുണ്ട് പടം. അപ്പൊ രണ്ടാമത് കാണുക. ഇല്ല കാണാത്തവരോടൊക്കെ പറയുക, ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ തിയേറ്ററിൽ വന്ന് തന്നെ സിനിമ കാണാൻ. താങ്ക് യു.